ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്ത്യയുടെ ആയുധങ്ങൾ ലോക വിപണിയിൽ ശ്രദ്ധ പിടിച്ച് പറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമായിട്ടുള്ള ഫ്രാൻസ് വരെ ഇന്ത്യയിൽ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ച പിനാക റോക്കറ്റ് ലോഞ്ചർ, റോക്കറ്റ് അല്ല, റോക്കറ്റ് ലോഞ്ചറാണ്. റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നൊരു സിസ്റ്റമാണിത്, പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം വാങ്ങിക്കുവാനുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ ഫ്രാൻസ് വാങ്ങിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടി വരുന്ന എന്നൊരു റിപ്പോർട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഫ്രാൻസ് ലോകത്തിൽ നമുക്കറിയാം ഏറ്റവും, പ്രത്യേകിച്ച് കോണ്ടിനെൻ്റൽ യൂറോപ്പിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. ലോകത്ത് ആയുധങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്ന, അല്ലേ, ലോകത്തിൽ ആയുധങ്ങൾ വിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പം അങ്ങനൊരു പ്രധാനപ്പെട്ട ഒരു രാജ്യം ഇന്ത്യയിൽ നിന്നും ഇതുപോലുള്ളൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റം വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയൊരു നേട്ടമാണ്. നമുക്കറിയാം, ഇപ്പോൾ ലോക ആയുധ വ്യാപാര മേഖലയിൽ ഇന്ത്യ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതും വലുതുമായിട്ടുള്ള പലതരത്തിലുള്ള ആയുധങ്ങൾ ഇന്ത്യ 10-100 രാജ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഈവൻ അമേരിക്ക പോലും നമ്മുടെ നിന്നും പലതരത്തിലുള്ള ഡിഫൻസ് പ്രോഡക്ട്സ്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, പ്രതിരോധപരമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇന്ത്യൻ വെപ്പൺസ് നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വെപ്പൺസ് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഡിഫൻസ് പ്രൊക്യൂർമെന്റ് അവർ ഇന്ത്യയിൽ നിന്നും ചെയ്യുന്നുണ്ട്, ഫ്രാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആയുധങ്ങളുടെ കാര്യം പറയുമ്പോഴാണ് നമ്മളത് കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. പ്രധാനപ്പെട്ട ആയുധങ്ങൾ വാങ്ങിക്കുമ്പോഴാണ് ഏത് രാജ്യത്തിൻ്റെയും ഒരു പ്രാധാന്യം എടുത്തു പറയത്തക്ക ഒരവസ്ഥയിലൊക്കെ എത്തുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഫ്രാൻസ് ഈ പറഞ്ഞ പിനാക റോക്കറ്റ് ഇന്ത്യയിൽ നിന്നും വാങ്ങിക്കുവാനുള്ള, അതായത് ഇന്ത്യയുടെ തദ്ദേശീയമായി നമ്മൾ വികസിപ്പിച്ചെടുത്ത മൾട്ടി ബാരൽ റോക്കറ്റ് സിസ്റ്റമാണ്. മൾട്ടി ബാരൽ പറഞ്ഞാൽ ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അത് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് വാങ്ങിക്കും എന്നുള്ളൊരു, എന്താണ് ഒരു സാധ്യത അതിനുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫ്രാൻസും തമ്മിൽ വളരെ കാലമായിട്ട് നിലനിൽക്കുന്ന നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളുടെ ഒരു ഡിഫൻസ് റിലേഷൻഷിപ്പിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാവണം. കാരണം ഇത്രയാണ് നമ്മൾ ഫ്രാൻസിൽ നിന്ന് നമ്മൾ ആയുധങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫ്രാൻസ് തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു വെപ്പൺ സിസ്റ്റം വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെയും ആ ഒരു സ്റ്റേറ്റസ് മാറുകയാണ്. അപ്പം തീർച്ചയായിട്ടും അത് മറ്റ് സമാനമായിട്ടുള്ള രാജ്യങ്ങൾക്കും അത് ഇന്ത്യയെ സമീപിക്കുവാനും, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആയുധങ്ങൾ കരസ്ഥമാക്കുവാനുള്ളൊരു സാധ്യത വഴിതെളിച്ചു തരും എന്നുള്ളത് സംശയമൊന്നുമില്ല. അപ്പം ഫ്രാൻസിൻ്റെ ഏറ്റവും ഒരു ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥൻ, ബ്രിഗേഡിയർ ജനറൽ, പറഞ്ഞതനുസരിച്ച് ഫ്രാൻസ് ഈ പറഞ്ഞ പിനാക റോക്കറ്റ് സിസ്റ്റം വാങ്ങിക്കുവാൻ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് വളരെ മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഓഫർ ചെയ്യുന്ന സിമിലറായിട്ടുള്ള, സമാനമായിട്ടുള്ള ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ സംവിധാനത്തെ അപേക്ഷിച്ച് ഇത് വളരെ കേപ്പബിൾ ആണ് എന്നാണ് ഫ്രാൻസിൻ്റെ ഒരു ഉയർന്ന ഡിഫൻസ് പേഴ്സണൽ, അതല്ലെങ്കിൽ ഒരു പട്ടാള മേധാവി, പട്ടാള ഉദ്യോഗസ്ഥൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ക്രെഡിബിളായിട്ടുള്ള, നമ്മളുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ കഴിവിൽ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിന് ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് ഫ്രാൻസിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യം, വികസിത രാജ്യം ഇന്ത്യയിൽ നിന്നും ഇങ്ങനെ ഒരു ആയുധം വാങ്ങിക്കാൻ തയ്യാറാകുന്നത്. ഇത് നമ്മുടെ DRDO, അതായത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തെടുത്താണ്. ഇതിന് 45 കിലോമീറ്ററോളം റേഞ്ച് ഉണ്ട്. ഇത് 2 വേർഷൻ ഉണ്ട്. ഒന്ന് മാർക്ക് 1 എൻഹാൻസ്ഡ് വേർഷൻ ഉണ്ട്, പിന്നെ മാർക്ക് 2 വേർഷൻ ഉണ്ട്. അപ്പോൾ മാർക്ക് 1ൻ്റെ റേഞ്ച് 45 കിലോമീറ്ററോളം, മാർക്ക് 2ൻ്റെ റേഞ്ച് 90 കിലോമീറ്ററോളം. ഏകദേശം 12 ഹൈ എക്സ്പ്ലോസീവ് റോക്കറ്റ് 44 സെക്കൻഡിനുള്ളിൽ 12 റോക്കറ്റോളം ലോഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിനുണ്ട്. ഇത് റോക്കറ്റ് ലോഞ്ചറാണ് കേട്ടോ, റോക്കറ്റ് അല്ല, റോക്കറ്റ് ലോഞ്ചറാണ് ശരിക്കും.
അപ്പോൾ 12 വളരെ പ്രഹരശേഷിയുള്ള അത്യുഗ്രശേഷിയുള്ള 12 റോക്കറ്റ് 44 സെക്കൻഡിനുള്ളിൽ വിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് അത്യുഗ്ര ശേഷിയുള്ളതാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇത് നമ്മളുടെ കാർഗിൽ വാറിൽ പാകിസ്ഥാൻ അയച്ച തീവ്രവാദികൾക്കെതിരെ നമ്മൾ കാർഗിൽ വാറിൽ ഈ പറഞ്ഞ റോക്കറ്റ് സിസ്റ്റമാണ് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചത്. അത് പാകിസ്ഥാൻ്റെ മലമുകളിൽ പാകിസ്ഥാൻ ഞഴഞ്ഞു കയറി തീവ്രവാദികളെ അയച്ചപ്പോൾ നമുക്ക് അവർക്കെതിരെ വളരെ ഫലപ്രദമായി ഉപയോഗിച്ച അവരുടെ ശ്രമങ്ങളെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനുശേഷം നമ്മളുടെ ആർമി ഇത് വൻതോതിൽ ഈ പറഞ്ഞ റോക്കറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ നിന്നും വന്ന ഡെലിഗേഷൻ്റെ മുമ്പിൽ ഇതിൻ്റെ കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ഒക്കെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും ചെയ്തു. അർമീനിയ ഈ ഒരു റോക്കറ്റ് സിസ്റ്റം വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം 2000 കോടി രൂപയുടെ ഒരു ഡീല് 2024 നവംബറിൽ അർമീനിയയായിട്ട് നമ്മൾ ഒപ്പുവെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അർമീനിയയ്ക്ക് ഈ പറഞ്ഞ പിനാക ബാറ്ററീസ് അല്ലെങ്കിൽ പിനാക റോക്കറ്റ് സിസ്റ്റവും മറ്റ് പല ഡിഫൻസ് എക്യുപ്മെൻറ്റും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എക്സ്പോർട്ട് നമ്മളെ ഈ മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ഇത് വാങ്ങിക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും, അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വിയറ്റ്നാമോ അല്ലെങ്കിൽ ഫിലിപ്പീൻസ് ഇതുപോലുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ യൂറോപ്യൻ നേഷൻസ് ഒക്കെ തന്നെ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫ്രാൻസിൻ്റെ ആ ഒരു ഡെലിഗേഷന് ഇത് വളരെ അവരിനകത്ത് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഈ റോക്കറ്റ് സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷൻസും എഫിഷ്യൻസിയും ഒക്കെ തന്നെ കണ്ടപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കാനുള്ള താല്പര്യമുണ്ടെന്ന് അവർ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ പറയാം, താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ ഫ്രാൻസും തമ്മിലുള്ള ഡിഫൻസ് റിലേഷനിൽ അല്ലെ കോപ്പറേഷനിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിരിക്കും ഫ്രാൻസ് ഇത് വാങ്ങിക്കുകയാണെങ്കിൽ. അപ്പം ട്രഡീഷണലായിട്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ പണ്ട് മുതലേ ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ ആയുധങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വെപ്പൺ സിസ്റ്റം ഫ്രാൻസിന് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ട്രെൻഡിനെ റിവേഴ്സ് ചെയ്യാൻ നമുക്ക് കഴിയും. അത് തന്നെയല്ല, യൂറോപ്പിലെ ഒരുപക്ഷെ മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഫ്രാൻസ് ഒരു വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യം ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു വെപ്പൺ സിസ്റ്റം വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് മറ്റു രാജ്യങ്ങൾക്കും ഇതിനകത്തിൽ താല്പര്യം ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനെ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു വാതിൽ തുറന്ന് കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മൾ ഫ്രാൻസുമായിട്ടുള്ള ഈ ഡിഫൻസ് കോപ്പറേഷനിൽ എഗ്രിമെൻറ്റിൽ 36 റഫേൽ നമ്മൾ വാങ്ങിച്ചു. അതിനുശേഷം നമ്മൾ നേവിക്ക് വേണ്ടി 26 റഫേൽ വാങ്ങിച്ചു. 36 റഫേൽ എയർഫോഴ്സിന് വേണ്ടിയായിരുന്നു, 26 റഫേൽ അതായത് മാരിടൈം നേവിക്ക് വേണ്ടിയുള്ള റഫേൽ നമ്മൾ വാങ്ങിക്കുകയും അതുപോലെ തന്നെ P-75 സ്കോർപിയൻ സബ്മറൈൻസിൻ്റെ പ്രോജക്റ്റിലൊക്കെ തന്നെ ഡിഫൻസ് പാർട്ണർഷിപ്പ് ഉണ്ട് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ. പിന്നെ ചിരകാലമായിട്ട് നമ്മൾ അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റൊക്കെ വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ തന്നെ ചെയ്യുകയും നമ്മുടെ സേനയ്ക്ക് ശക്തി പകരുന്ന തരത്തിൽ അതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഡിപ്ലോയ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു ഉഭയകക്ഷി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഫ്രാൻസ് ഇന്ത്യയുടെ കഴിവിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രാപ്തിയിലും വിശ്വാസം അർപ്പിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ വിശ്വാസമുള്ളത് കൊണ്ടും തീർച്ചയായിട്ടും തുടക്കം നിലയിൽ ഈ പറഞ്ഞൊരു റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിൽ അവർ ഇത് വാങ്ങിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഭാവിയിൽ ഇനിയും ഇതിനേക്കാളിലും അല്ലെങ്കിൽ മറ്റ് വെപ്പൺ സിസ്റ്റംസ് ഇന്ത്യയിൽ നിന്ന് ഫ്രാൻസിന് ഫ്രാൻസ് അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു രാജ്യമാണ്. അവർ ആവശ്യമായിട്ടുള്ള എല്ലാ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സും അവർക്ക് വേണമെങ്കിൽ നിർമ്മിക്കാം. ഫ്രാൻസ് അല്ലെങ്കിൽ ബ്രിട്ടൻ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ചില ആയുധങ്ങൾ അവർ നിർമ്മിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ എല്ലാ ആയുധങ്ങളും അവർ നിർമ്മിക്കണമെന്നില്ല.
അവർക്ക് വേണ്ട മറ്റ് ആയുധങ്ങളൊക്കെ അവർ പല രാജ്യങ്ങളിൽ നിന്നായിരിക്കും അവർ ഒരു പക്ഷേ യൂറോപ്പിൽ നിന്നുള്ള മറ്റു പല രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ ഒക്കെ തന്നെ ഫ്രാൻസ് ആയുധങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ആയുധങ്ങളും അവർ നിർമ്മിക്കണമെന്നില്ല. കാരണം ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ രാജ്യമാണ്, അല്ല ചെറിയ രാജ്യങ്ങളാണ്. അവർക്ക് ഈ പറഞ്ഞ എല്ലാ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ അവർ നിർമ്മിക്കുന്ന സ് ഈ നേവൽ ഷിപ്സ്, സബ്മറൈൻസ്, ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇതുപോലുള്ള ചില പ്രധാനപ്പെട്ട മേഖലകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ തന്നെ അവർ ഒരു പക്ഷേ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ അവർക്ക് കൂടുതൽ ആശ്രയിക്കുവാൻ ഉള്ളൊരു സാധ്യത ഇനിയും ഇതിനേക്കാളിലും മറ്റ് പല മെച്ചപ്പെട്ട വെപ്പൺ സിസ്റ്റത്തിന് വേണ്ടിയും ഇന്ത്യയെ ആശ്രയിക്കുകയും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കാനുള്ള സാധ്യത കൂടി ഇതുവഴി പിന്നെ തുറന്നു കിട്ടാൻ ഉൺ- തുറന്നു കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിലും ഇതൊരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്, ഒരു മൈൽ സ്റ്റോൺ ആണ് എന്നാണ് പറയുന്നത്. കാരണം ഇത്ര നാൾ നമ്മൾ ഫ്രാൻസിൽ നിന്നും ആയുധങ്ങൾ ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്രെൻഡിന് ഒരു മാറ്റം ഉണ്ടാവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻ്റ് ആണ്, ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യ ലോക ആയുധ കമ്പോളത്തിൽ അല്ലെങ്കിൽ ഗ്ലോബൽ ആംസ് മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പൊസിഷൻ നമുക്കിന്നുണ്ട്. നമ്മൾ ഒത്തിരി മുമ്പിലോട്ടൊന്നും പോയിട്ടില്ല. ഇപ്പോൾ ഏകദേശം മറ്റ് അമേരിക്ക, ഫ്രാൻസ്, റഷ്യ, ഈവൻ ബ്രിട്ടൻ, ചൈന, ഇസ്രായേൽ ഇതുപോലുള്ള രാജ്യങ്ങളുടെ തൊട്ടടുത്തെത്തുവാൻ അല്ലെങ്കിൽ അരികിലെത്താൻ നമുക്ക് സാധിക്കുന്നില്ല, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യയുടെ ഡിഫൻസ് പ്രൊഡക്ഷനും തദ്ദേശീയമായിട്ടുള്ള നമ്മുടെ ഡിഫൻസ് പ്രൊഡക്ഷനും എക്സ്പോർട്ടും ഒക്കെ തന്നെ വളരെയധികം കൂടി വരുന്ന ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത്, അങ്ങനൊരു യാഥാർത്ഥ്യം ഇപ്പോൾ നമുക്ക്, കാരണം ഇന്ത്യൻ ഗവൺമെൻറ് അതിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഫലങ്ങൾ അല്ലെങ്കിൽ റിസൾട്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മേഖലയിൽ ഇന്ത്യ കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വർദ്ധിച്ചു വരുന്ന ഒരു ചുവടുവയ്പ് ഇന്ത്യക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങൾ അല്ലെങ്കിൽ അടുത്തൊരു ദശാബ്ദത്തിനുള്ളിൽ നമുക്ക് തീർച്ചയായിട്ടും ലോക ആയുധ കമ്പോളത്തിൽ ഇപ്പം ആയുധങ്ങൾ വിറ്റഴിക്കുക എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മോറലി നമുക്ക്, പക്ഷേ ഇത് മോറലിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ ജിയോ പൊളിറ്റിക്സിൻ്റെ അല്ലെങ്കിൽ പൊളിറ്റിക്സിൻ്റെ വിഷയമാണ്. നമ്മുടെ മറ്റെല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് പോലെ തന്നെ തീർച്ചയായിട്ടും ഈവൻ പാകിസ്ഥാനും ചില ആയുധങ്ങളൊക്കെ അവർ നിർമ്മിക്കുകയും അവർ എക്സ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി രാജ്യങ്ങൾ ഈ ഒരു പട്ടികയിലുണ്ട്. ടർക്കിയുണ്ട്, ഇല്ലേ? അങ്ങനെ പല രാജ്യങ്ങളും ആയുധങ്ങൾ നിർമ്മിക്കുകയും, ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ആയുധങ്ങളായിരിക്കും. ചിലർ തോക്കായിരിക്കും നിർമ്മിക്കുന്നത്, ചില ബുള്ളറ്റ്സ് ആയിരിക്കും നിർമ്മിക്കുന്നത്, ചില ഇതിൽ എന്തെങ്കിലും പാർട്സ് ആയിരിക്കും നിർമ്മിക്കുന്നത്. അതിനൊരു നമ്മളൊരു സേനയെ സംബന്ധിച്ച് പറയുമ്പം അവർക്ക് വളരെയധികം ആവശ്യങ്ങളുണ്ടല്ലോ. കാരണം ആയുധങ്ങൾ മാത്രമല്ല, ഈ വെപ്പൺസ് അല്ലാത്ത മറ്റു പല കാര്യങ്ങളും, ഇവ ഇലക്ട്രോണിക് സിസ്റ്റംസ് ഉണ്ട്, ഇല്ലേ? കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഉണ്ട്, റേഡിയോ കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക് സിസ്റ്റംസ്, റൈഡാർ, ഇതെല്ലാം തന്നെ പ്രതിരോധ ഇത് ഒരു സേനയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ സോൾജേഴ്സിൻ്റെ എന്താണ് ഈ യൂണിഫോംസ് ഉണ്ട്, ബെൽറ്റ് ഉണ്ട്, ബൂട്ട്സ് ഉണ്ട്, സോക്സ് ഉണ്ട്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ തീർച്ചയായിട്ടും ഡിഫൻസ് പ്രൊഡക്ഷനിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആയുധങ്ങൾ മാത്രമല്ല, അപ്പോൾ ഇന്ത്യ ഈ പറഞ്ഞ പല മേഖലകളിൽ ഒത്തിരി, ഇപ്പോൾ ആയുധങ്ങൾ അല്ലാതെ തന്നെ ഈ പറഞ്ഞ പല വ്യത്യസ്തമായിട്ടുള്ള ഈ പ്രതിരോധപരമായിട്ടുള്ള അല്ലെങ്കിൽ സൈനികമായിട്ടുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ നമ്മൾ നിർമ്മിക്കുകയും പല രാജ്യങ്ങളിലേക്ക്, നൂറിൽപ്പരം രാജ്യങ്ങളിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങൾ നമ്മൾ കയറ്റി അയക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെല്ലാം നല്ലൊരു വർധനവുണ്ട്. അതുപോലെ തന്നെ ആംസിൻ്റെ കാര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ധു സമയത്ത് തന്നെ നമ്മൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അവർ ഉണ്ടാക്കിയ ആക്രമണത്തെ നമുക്ക് തീർച്ചയായിട്ടും നേരിടുവാൻ കഴിഞ്ഞത് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത, സ്വദേശിയമായി വികസിപ്പിച്ചെടുത്ത നമ്മളുടെ ആയുധ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് എയർ ഡിഫൻസ് സിസ്റ്റം, അതുപോലെ തന്നെ ഫ്രാൻസ്, റഷ്യ, ഇസ്രായേൽ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ പ്രൊക്യൂർ ചെയ്തിട്ടുള്ള ആയുധങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കെന്നും മറ്റു രാജ്യങ്ങളെ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ സേനയ്ക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ നമുക്ക് വലിയൊരു തോതിൽ സ്വയം നിർമ്മിച്ച് നമുക്ക് അത് പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ട്. കാരണം ലോകക്രമങ്ങൾ മാറി വരുമ്പോൾ നമുക്ക് ഭാവിയിൽ മറ്റൊരു രാജ്യത്തെ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ
ഒരുപക്ഷെ നമുക്ക് ഒരു എന്താണ് പറയുന്നത് യുദ്ധസമാനമായിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധത്തെ നേരിടേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ പലതരം, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോളിസി ഏത് സമയത്ത് എങ്ങനെ മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനുള്ള ഇപ്പം റഷ്യ ഇപ്പം ഇതുപോലെ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന് തീർച്ചയായിട്ടും നമ്മളെ S-400 തന്നെ അതിൻ്റെ ലാസ്റ്റ് എന്താണ് പറയുന്നത് ഒരു സിസ്റ്റം തന്നെ ഡെലിവർ ചെയ്യാൻ ഇപ്പോൾ ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ക്രൈസിസ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് സങ്കീർണതകൾ നമ്മൾ ഫേസ് ചെയ്യും മറ്റു രാജ്യങ്ങൾ നമ്മൾ ആശ്രയിക്കുമ്പോൾ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെ വളർന്നു വരുന്ന ഒരു രാജ്യമെന്ന രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങളെ പൂർണ്ണമായിട്ടും ഇനിയും ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മളുടെ സേനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ആയുധങ്ങളും അതുപോലെ തന്നെ നോൺ വെപ്പൺസ് എന്ന് പറയുന്ന മറ്റ് ആയുധമല്ലാത്ത മറ്റ് മേഖലകളൊക്കെ തന്നെ നമ്മൾ സ്വയം വികസിപ്പിച്ചെടുക്കുകയും അല്ലെങ്കിൽ സ്വയം ഉൽപ്പാദിപ്പിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളുടെ എന്താണ് സെൽഫ് സഫിഷ്യൻസിയുടെയും കൂടെ അല്ലെങ്കിൽ സ്വയം പര്യാപ്തത നേടിയെടുക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ അതിനകത്തിൽ വളരെ എന്താണ് പറയുന്നത് പ്രൊആക്റ്റീവായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറഞ്ഞ ഡിഫൻസ് പ്രൊഡക്ഷനിലും അതുപോലെ തന്നെ ഡിഫൻസ് എക്സ്പോർട്ടും ഒക്കെ തന്നെ ഓരോ വർഷം കഴിയുന്തോറും അതിനകത്തിൽ വർധനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കുവാൻ തീർച്ചയായിട്ടും മറ്റ് ലോകരാജ്യങ്ങൾ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതൂടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ ഫ്രാൻസ് തീർച്ചയായിട്ടും ഇങ്ങനൊരു റോക്കറ്റ് സിസ്റ്റം നമ്മളിൽ നിന്ന് മേടിക്കും എന്നുള്ളത് ഏകദേശമൊക്കെ ഉറപ്പായിട്ടുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് മാത്രമാണ് നമുക്ക് കണക്കിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് ഗുഡ് നൈറ്റ്.